നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിൽ അഴിമതിയും ഗ്രൂപ്പ് തർക്കങ്ങളും മുമ്പൊന്നുമില്ലാത്ത വിധം രൂക്ഷമാകുമ്പോഴും സ്വന്തം പാർട്ടിയിലേക്ക് ഒന്ന് നോക്കാൻ പോലും മിനക്കെടാത്ത ആളാണ് കെ സുധാകരൻ. ഇപ്പോൾ അതാ മുഖ്യമന്ത്രിയെ തരം താണ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിനുമപ്പുറം എന്തു വേണം KPCC അധ്യക്ഷന്റെ പ്രവർത്തന ശൈലി തരം താണതെന്നറിയിക്കാൻ? കുറച്ചു കാലം മുമ്പ് മുഖ്യമന്ത്രി ജാതീയമായി അധിക്ഷേപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കൊല്ലത്ത് കണ്ടത്. പിണറായി വിജയനെ പുകഴ്ത്തുന്ന പാട്ട് വൈറലായ പശ്ചാത്തലത്തിലാണ് കെ സുധാകരൻ തന്റെ വിമർശനം അറിയിച്ചിരിക്കുന്നത്. വാഴ്ത്തുപാട്ട് കേട്ട് കയ്യും വീശി നടക്കുന്ന വഷളനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും കേരളത്തിലെ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുമാണ് സുധാകരന്റെ ചോദ്യം. ഇടതുപക്ഷത്തിനകത്ത് നാണവും മാനവും ഉളുപ്പുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ പുകഴ്ത്തുപാട്ട് കേട്ട് കയ്യും വീശി അണികൾക്കിടയിലൂടെ ആ വഷളൻ നടക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പണമുണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം. മക്കൾക്ക് വേണ്ടി കോടാനുകോടി തുക കട്ടുണ്ടാക്കുകയാണ്. അങ്ങനെ ഈ നാടിനും നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നതെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി പാലക്കാട് ആരംഭിക്കാൻ പോകുന്ന മദ്യനിർമ്മാണ ഫാക്ടറികൾ നിലം തൊടാൻ അനുവദിക്കില്ലെന്നാണ് കെ സുധാകരന്റെ വക ഭീഷണി. കേരളിന്റെ മഞ്ഞക്കുറ്റി കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെറിഞ്ഞതുപോലെ മദ്യ ഫാക്ടറിയും തൂത്തെറിയുന്നുപോലും. മദ്യ ഫാക്ടറിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭം ഉണ്ടാകും. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം പോലും മദ്യ ഫാക്ടറിയുടെ കാര്യത്തിലില്ല. അടിമുടി ദുരൂഹതയും അഴിമതിയും നിറഞ്ഞ പദ്ധതിയാണിതെന്നാണ് സുധാകരന്റെ കണ്ടെത്തൽ. കമ്പനിയുടെ ഉടമയായ ഗൗതം മൽഹോത്ര ഡൽഹി മദ്യവിവാദവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അറസ്റ്റിലായ ബിസിനസ്സുകാരനാണ്. മാലിന്യം നിക്ഷേപിച്ച് 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഉപരിതല ജലവും ഭൂഗർഭജലവും മലിനപ്പെടുത്തിയതിന് പഞ്ചാബ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതേ കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെയും മറ്റു കമ്പനികളെ പരിഗണിക്കാതെയുമാണ് ഈ കമ്പനിയെ പിണറായി സർക്കാർ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ തുടങ്ങാൻ അനുവദിക്കില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.